സാരല്ല, പോയിക്കോ. ചെല്ല, എഴുന്നേപ്പിക്ക. ഉണ്ണിയേട്ടാ, ഉണ്ണിയേട്ടാ, എഴുന്നേൽക്ക്. ശ്രീദേവി, ഇതെന്താ പാല്? ഇപ്പൊ എന്തിനാ പാല്? നേരം പുലർന്നോ? ശ്രീദേവി വീട്ടിൽ പോയില്ലേ? ബാക്കി എല്ലാരും പോയല്ലോ. ചേട്ടാ, ഞാൻ മറന്നു കേട്ടോ. രാമൻ നായര് പറഞ്ഞിരുന്നു വേലി കഴിഞ്ഞാൽ ശ്രീദേവി പാലും കൊണ്ടുവരുന്നു, അത് പകുതിയെ കുടിക്കാൻ പാടില്ലെന്നു. ശ്രീദേവി സങ്കടപ്പെടണ്ട കേട്ടോ. ഞാൻ നാളെ അമ്മേനോട് പറഞ്ഞു 1 ഗ്ലാസ് പാല് വാങ്ങിത്തരാട്ടോ. എന്താ അത് ശ്രീദേവി, ആണുങ്ങളെ തൊടുക? എനിക്ക് നാണം വരും കേട്ടോ. നാണുള്ള ആളെന്തിനാ എന്നെ വേലി കഴിച്ചേ? അമ്മ പറഞ്ഞിട്ടാ. പിന്നെ രാമൻ നായരും പറഞ്ഞു വേലി കഴിച്ചാ നല്ല രസാന്ന്. നമുക്ക് കിടക്കാം. എന്തത്? എന്താ ശ്രീദേവി കാണിക്കുന്നേ? അയ്യോ അയ്യോ, വിട് ശ്രീദേവി, വിട്. ഇത് മോശാട്ടോ, അമ്മയോട് പറഞ്ഞു കൊടുക്കൂട്ടോ. ശ്രീദേവി, ശ്രീദേവി, വേണ്ട ശ്രീദേവി, കരയണ്ട ശ്രീദേവി. ശ്രീദേവി, ഞാൻ ആരോട് പറയില്ല, കരയണ്ട. പാവം, നല്ലൊരു പെങ്കൊച്ച്. എട്ടും പൊട്ടും തിരിയാത്ത ഒരുത്തിനെയാണല്ലോ ഭഗവാനെ ഈശ്വരാ നീ അവൾക്ക് കൊടുത്തത്. നല്ല പെങ്കൊച്ച്. ഉള്ളിലിരിപ്പ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. സുധർമ്മേ, എഴുതാപ്പുറം വായിക്കാണ്ടിരിക്കുക. നീ വെറുതെ നമ്മെ തെറ്റിദ്ധരിച്ചിരിക്കുക. എനിക്ക് നല്ല ധാരണ തന്നെയാ ഉള്ളത്. വെറുതെ തർക്കിക്കാൻ നിൽക്കാണ്. നീ ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തേ. ഹലോ അല്ലേ, ഇതാര് ടൗൺ ഹാളാ? നിന്റെ തന്തപ്പടിയാണ് ടൗൺ ഹാള്. അയ്യേ, എന്തിനാടാ രാവിലെ എന്റെ തന്തയ്ക്ക് വിളിക്കുന്നത്? എന്റെ പൊന്നു രാമൻ നായരെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ടൗൺ ഹാളിൽ നിന്ന് കൂട്ടി വിളിക്കല്ലേ. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. എന്നു ചെന്നും കുന്നു എന്നെ ഇങ്ങനെ കളിയാക്കുന്നു വെച്ചാ അത് കഷ്ടമല്ലേ? അല്ല കുഞ്ഞിരാമേട്ടാ, നിങ്ങൾക്ക് എന്താ ബദ്ധാ പറ്റിയേ? അത് ശരി, ഇനിയിപ്പൊ അത് ഞാൻ തന്നെ വിശദീകരിക്കണം. ശിവശങ്കര, ഞാൻ പറഞ്ഞുതരാം. ഇയാള് 10-20 വർഷമായിട്ട് സിംഗപ്പൂരായിരുന്നെന്നറിയാലോ. 2 വർഷം മുമ്പാ നാട്ടിൽ വന്നത്. ഇവിടെ വന്നപ്പോഴേക്കും നമ്മുടെ നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് ഇയാളെ ഗ്രാമസഭയുടെ പ്രസിഡന്റ് ആക്കും. രാമൻ നായരെ, കുറെ കാലം സിംഗപ്പൂരിലൊക്കെ താമസിച്ചിരുന്ന ആളല്ലേ, കുറച്ച് വിവരമൊക്കെ കാണുമെന്ന് നാട്ടുകാരൊക്കെ തെറ്റിദ്ധരിച്ചു. നാണപ്പാ വേണ്ട. ഗ്രാമസഭയുടെ ആദ്യത്തെ മീറ്റിംഗ്, അതിൽ വെച്ച് ഈ മഹാ ഒരു കാച്ചി നമ്മളെ രാഷ്ട്രീയക്കാരൊക്കെ ചെയ്യാറില്ലേ, അതുപോലൊരു പ്രസ്താവന. എന്താ നമ്മുടെ നാടിന് സ്വന്തമായിട്ടൊരു ടൗൺ ഹാൾ പണിയണമെന്ന്. ഈ പട്ടിക്കാട് ഗ്രാമം എന്നാ ശിവശങ്കര ടൗൺ ആയത്? സത്യം. അല്ല, ഇതാരും പുതുമണമാണല്ലോ. എടേ, ഇവന്റെ വേളി കഴിഞ്ഞിട്ട് 4 ദിവസം തികച്ചായില്ലല്ലേ. അതിനുമ്പ് ടയർ ഉരുട്ടിക്കൊണ്ട് ഇറങ്ങിയോ? ഉണ്ണി, ചായ വേണോ? വേണം. 2 എന്താ? ഭയങ്കര വിശപ്പ്. ഇപ്പൊ തരാം. എങ്ങനുണ്ട് ഉണ്ണി ശ്രീദേവി? വേളി കഴിഞ്ഞ് കറങ്ങി നടന്നാ മതിയോ? ഞാൻ പിന്നെ ഇല്ല തന്നെ കിടന്നുറങ്ങണോ? ആദ്യരാത്രിയൊക്കെ ഗംഭീരമായിരുന്നു ഉണ്ണിയെ. ഏതാ ആദ്യരാത്രി? അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ നീ മറന്നാ? ഓ, അതാണോ? രാമൻ നായർ പറഞ്ഞ പോലെ ഒക്കെ ഞാൻ ചെയ്തു കേട്ടോ. പക്ഷെ പാല് മുഴുവൻ ഞാൻ കുടിച്ചു പോയി.
ഇവനെ കല്യാണം കഴിപ്പിച്ചത് കൊണ്ട് ഒന്നും നേരെയാവില്ല. ആ പെണ്ണിന്റെ ഒരു ഗതി അല്ല, ഗതി കെട്ടാ പുലി പുല്ലും തിന്നണം. പട്ടിണി കിടക്കുന്നതിലും ഭേദമാണല്ലോ വലതും കട്ട് തിന്നുന്നത്. ഒരു അമ്മ കടയിൽ പോയി ഒരു ഡസൻ വള വാങ്ങി. നീ ഇങ്ങോട്ട് നിക്ക്. ഒരു അമ്മ കടയിൽ പോയി ഒരു ഡസൻ വള വാങ്ങി. ആ വളയുടെ നിറം ഞാനുണ്ട് കേട്ടോ കളിക്കാൻ. ഞാൻ ഒളിക്കാൻ പോവാ. ഉണ്ണിയേട്ടാ, ശ്രീദേവി എടുത്ത് വഴക്ക് പറയൂട്ടോ. അതൊന്നും സാരമാക്കണ്ട, ശ്രീദേവിയോട് ഞാൻ പറഞ്ഞോളാം. ശ്രീദേവി ഏട്ടത്തി പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ ഉണ്ണിയേട്ടനെ കൂട്ടരുതെന്ന്. എന്നാ ഇവിടെ ആരും കളിക്കണ്ട. നോക്കുണ്ണിയേട്ടാ, ഉണ്ണിയേട്ടൻ വേളി കഴിഞ്ഞ ആളല്ലേ, അപ്പൊ പിന്നെ കുട്ടികളോടൊപ്പം കളിക്കാൻ പാടുണ്ടോ? അധികം പറയണ്ട കേട്ടോ. ഞാൻ ആ മാരാരെ കാണട്ടെ. അയാള് പറഞ്ഞിട്ടാ ഞാൻ ഈ ശ്രീദേവിയെ കല്യാണം കഴിച്ച. ഇപ്പൊ കളിക്കാനും പറ്റില്ല എന്ന് വെച്ചാ എനിക്ക് കളിക്കണം. ഉണ്ണിയേട്ട ഇന്നുകൂടി കളിച്ചോ, നാളെ തൊട്ട് കളിക്കണ്ട കേട്ടോ. അത് നാളെ പറയാം. ഇപ്പൊ നമുക്ക് കളിക്കാം. ലക്ഷ്മി എണ്ണിക്കോ, നമുക്ക് കളിക്കാം. 1 2 3 4 5 6. എന്താ ഇത് അപ്പടി നനഞ്ഞല്ലോ? എന്താ ശ്രീദേവി കാണിക്കുന്നേ? ഞാനിപ്പോ കുളിക്കണില്ല. ഞാൻ ദാ ആ മുലയിൽ ഒളിക്കാൻ പോവാ. ലക്ഷ്മി ഒന്ന് ചോദിച്ചാ കാണിച്ചു കൊടുക്കരുത് കേട്ടോ. കാണിച്ചു കൊടുത്താ മുത്തശ്ശനോട് പറഞ്ഞ് നല്ല തല്ലു വാങ്ങിത്തരൂ. വേളി കഴിഞ്ഞ ദിവസത്തെ പ്രസരിപ്പൊന്നും ശ്രീദേവിക്ക് ഇപ്പൊ ഇല്ലാലോ. എന്ത് പറ്റി? ഞാനങ്ങട് പിന്നെ ആഗ്രഹങ്ങളൊന്നും സാധിക്കണില്ല എന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. കുട്ടി വിഷമിക്കണ്ട, ഞാനില്ല ഇവിടെ. അങ്ങോട്ട് മാറാ. ആയ് സുധർമ്മ, മിണ്ടരുത്. ഇനി ഇതുപോലെ എന്തെങ്കിലും ഞാൻ കണ്ടോ പാഷാണ് തന്ന് കൊല്ലും നിങ്ങളെ ഞാൻ. ഞാൻ ലക്ഷ്മി പോ. അതാ ഇതിലെ ശ്രീദേവി, മോളെ ശ്രീദേവി. എന്താ അമ്മേ? മോള് കരയായിരുന്നോ? ഏയ്, ഞാൻ എന്തിനാ കരയുന്നേ? ഇല്ല, മോള് കരഞ്ഞത് തന്നെയാ. അല്ലെങ്കിൽ എന്തിനാ കണ്ണ് കലങ്ങിയിരിക്കണേ? ഏയ്, ഒന്നുമില്ലമ്മേ, വെറുതെ തോന്നിയതാവും. മോളെ, മോള് ഞങ്ങളെ ശപിക്കരുത്. മാറും, അവന്റെ ഈ കുട്ടികളെയൊക്കെ മാറും. മോള് കുറച്ച് ദിവസം കൂടി ക്ഷമിക്കും. ദീപം, ദീപം.
ആ നീ എന്താ ഈ കാണിച്ചത്? എന്താ എന്റെ കയ്യില്? പൈസയാ? ആ കാശൊക്കെ തരാ. ഇല്ല, ഞാൻ തരില്ല. ഈ കാശ് എനിക്ക് വേണം. എനിക്ക് പണത്തിന് ഒരുപാട് ആവശ്യമുള്ളതാ. എന്തിനാ നിനക്കിപ്പോ കാശ്? കള്ളു കുടിക്കാനല്ലേ? ഇതേ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാ. ഇതുകൊണ്ട് വേണ്ട എന്നെ കൂട്ടാട്ടം. എന്താ ഇവിടെ എന്താ അച്ഛാ? ഭഗീരഥി, നിരീക്ഷിച്ച പോലൊന്നല്ല, ഇയാളിപ്പോ മോഷണം തുടങ്ങിയിരിക്കണു. എന്റെ അറേ കയറി കാശ് കട്ടെടുത്തു. അങ്ങോട്ട് മാറി നിൽക്കാം. മോനെ ഉണ്ണി, മാറണം. നീ ഒരൊറ്റ ആള് കാരണ ഇവൻ ഇങ്ങനെയൊക്കെ ആയത്. കൊഞ്ചിച്ച് നാടിനും വീടിനും കൊള്ളരുതാക്കി. ഇല്ലത്തിന്റെ മാനം കെടുക്കാൻ പറഞ്ഞ സന്തതി. ഉണ്ണി കയ്യിന്ന് വിട്. ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടിട്ട് ശ്രുതി ഇന്നേ വരെ മറുപടി പറഞ്ഞില്ല. പറയ്, ഞാൻ ഒരുപാടങ്ങ് മോഹിച്ചു പോയി, അതുകൊണ്ടാ. വെറുതെ ഭക്ഷണത്തിനും പറയാതെ കൈയെടുക്ക്, ഇല്ലെങ്കിൽ ഞാൻ ഒച്ച വെച്ച് ആളെ കൂട്ടും. എന്നാ ഒച്ച നോക്കടി. നിനക്ക് ഈ ഉണ്ണിയെ ശരിക്കും അറിയാഞ്ഞിട്ടോ. ഉണ്ണി ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചാൽ നേടിയിരിക്കും, അതെന്ത് വില കൊടുത്തിട്ടാണെങ്കിലും. പൊയ്ക്കോടി നീ. പക്ഷെ നീ എന്നേക്കുമായി ഉണ്ണിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട കേട്ടോ. എന്താ കുഞ്ഞ ഇതെല്ലാം? ഉത്സവം കൊടിയേറാൻ നാളെ കുറിച്ചു ഏട്ടാ. ഉവ്വ്, കുംഭം 15 കൊടിയേറും. ആ കുംഭം 15 എന്നൊക്കെ പറയുമ്പോ ഇനിയിപ്പോ 4-5 ദിവസമല്ലേ ഉള്ളൂ വാസേവ. ഉവ്വ്, അടുത്ത ബുധനാഴ്ച. ഉണ്ണി തെങ്ങടാ? ടൗണിലേക്ക്. ഉണ്ണി, ഉത്സവം അടുത്തു. അമ്മയ്ക്ക് സുഖമില്ലാത്തോണ്ട് കീഴ്ശാന്തി അവധിയില്ല. പൂജയും കർമ്മങ്ങളും സ്വായത്തമാക്കിയ ആളല്ലേ ഉണ്ണി. അതുകൊണ്ട് ഉത്സവകാലത്ത് ഉണ്ണി എന്റെ ഒപ്പം ഉണ്ടായച്ചാൽ അത് വലിയ ആശ്വാസമാണ് എനിക്ക്. അങ്ങനെ ഇപ്പൊ ആശ്വസിക്കണ്ട. ഒരു പൂജയും കർമ്മവും എനിക്ക് താല്പര്യമില്ല തോന്നും. നീ അല്ലാണ്ട് ആരെങ്കിലും ഈ അസുരത്തിനൊക്കെ കൂടെ കൂട്ടാൻ നോക്കുവോ?